Between the boy and the river stood a mountain. The thickly forested mountain hid the river, but the boy knew it was there. He wished to touch the water and know it personally. He got an opportunity to visit the river. His mother and father had gone to visit relatives. He went into the house and wrapped the loaf in a newspaper. Then he closed all the doors and windows. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇത്രയും വരെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു വെച്ചത്. കഴിഞ്ഞ ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകും. ഇനി ഹൗ ഫാർ ഈസ് ദ റിവർ എന്ന പാഠഭാഗത്തിൽ എന്താണ് സംഭവിച്ചിട്ടുണ്ടാവുക? നിങ്ങൾക്ക് എല്ലാവർക്കും അത് അറിയാൻ താല്പര്യമുണ്ടാകും. നമുക്ക് ആ കഥയിൽ ഇനി എന്ത് സംഭവിച്ചു എന്ന് ആദ്യം കണ്ടു നോക്കാം. അത് കണ്ടതിന് ശേഷം ആ പാഠഭാഗം നമുക്ക് ഒന്നും കൂടി വ്യക്തമായി മനസ്സിലാക്കാം. ഓക്കെ, അപ്പം നമുക്ക് ആ പാഠഭാഗം വേഗത്തിലൊന്ന് കണ്ടു നോക്കാം. The boy passed a woodcutter and asked him how far it was to the river. How far is the river? 7 miles. Are you going alone? Of course. But it is too far. It will take you 3 hours to reach there. And then you have to come back. It will be getting dark. Besides, it is not an easy road. But I am a good walker. The path was steep and the boy had to run most of the time. It was a dizzy, winding path and he slipped once or twice. Soon the boy was in the valley and the path straightened out and rose. He met a girl who was coming from the opposite direction. How far is to the river? 20 miles. The boy laughed and ran down the path. A trickle of water came from the hillside and the boy stopped to drink. The water was cold and sharp, but very refreshing. However, it seemed to have the effect of making him more thirsty. Presently, he saw another boy ahead of him, driving a few goats down the path. How far is the river? Oh, not far. The boy, feeling hungry, unwrapped his loaf of bread and broke it in halves, offering one portion to the village boy. But after some time, his companion had to diverge along another path, and the boy was once more on his own. The river was not in sight either. He began to feel discouraged. He was sorry he had finished the bread. He might want it later. He was determined to see the river. Then, as the boy rounded a sharp bend, the silence broke into sound. A sudden roaring sound, the sound of the river.
നിങ്ങളെല്ലാവരും ഹൗ ഫാർ ഈസ് ദ റിവർ എന്ന പാഠഭാഗത്തിൻ്റെ വിഷ്വലൈസേഷൻ കണ്ടിട്ടുണ്ടാകും. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകും ഇല്ലേ? അപ്പോൾ ഇനി നമുക്ക് ആ പാഠഭാഗം ഒന്നും കൂടി വ്യക്തമായി മനസ്സിലാക്കാം. കഴിഞ്ഞ ക്ലാസ്സിലെടുത്തതിൻ്റെ ബാക്കിയാണ് നമ്മൾ ഇനി എടുക്കുന്നത്. ലുക്ക് അറ്റ് ദ നെക്സ്റ്റ് പാരഗ്രാഫ്. The path to the river dropped steeply into the valley. The path into the river, ആ പുഴയിലേക്കുള്ള വഴി, dropped steeply into the valley, ആ താഴ്വരയിലോട്ട് വളരെ ചെങ്കുത്തായി നിൽക്കുകയാണ്. സ്റ്റീപ്ലി എന്ന വാക്കിനർത്ഥം എന്താണ്? ചെങ്കുത്തായി, കുത്തനെ എന്നാണ് അർത്ഥം. Then rose and went round the big mountain. അതിനുശേഷം ആ താഴ്വരയിൽ നിന്നും ഉയർന്ന് ആ പർവ്വതത്തിന് ചുറ്റും ചുറ്റിയിട്ടാണ് ആ വഴി പോകുന്നത്. ഇറ്റ് വാസ് ഫ്രീക്വൻ്റ്ലി യൂസ്ഡ് ബൈ ദ വില്ലേജേഴ്സ്. ആ വഴി ആ ഗ്രാമവാസികൾ നിരന്തരം ഉപയോഗിക്കുന്നതാണ്. ഫ്രീക്വൻ്റ്ലി എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? നിരന്തരമായി. ദ വുഡ് കട്ടേഴ്സ്, വില്ലേജേഴ്സ് മാത്രമാണോ, ഗ്രാമവാസികൾ മാത്രമാണോ? അല്ല, മരം വെട്ടുകാർ, അതുപോലെ തന്നെ മിൽക്ക് മാൻ, പാൽക്കാർ, മ്യൂൾ ഡ്രൈവേഴ്സ്, മ്യൂൾ എന്ന വാക്കിൻ്റെ അർത്ഥം കഴുത എന്നാണ് അല്ലേ. അപ്പോൾ കഴുതയെ കൊണ്ടു നടക്കുന്ന ആളുകളൊക്കെ ഉപയോഗിക്കുന്ന വഴിയാണത്. ബട്ട് ദർ വേർ നോ വില്ലേജസ് ബിയോണ്ട് ദ മൗണ്ടൻ. പക്ഷേ ആ പർവ്വതത്തിന് ശേഷം, ആ പർവ്വതത്തിന് അപ്പുറം, ബിയോണ്ട് എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? അപ്പുറം. ആ പർവ്വതത്തിന് അപ്പുറം എന്തില്ല? ഒരു വില്ലേജസ് പോലും ഇല്ല, ഒരു ഗ്രാമങ്ങൾ പോലും ഇല്ല. ഓർ നിയർ ദ റിവർ, ആ പുഴയ്ക്ക് സമീപമോ അല്ലെങ്കിൽ ആ പർവ്വതത്തിനപ്പുറമോ ഒരു ഗ്രാമങ്ങൾ പോലും ഇല്ല. നിങ്ങൾക്ക് ഈ പാരഗ്രാഫ് മനസ്സിലായിട്ടുണ്ടാകും. ഓക്കെ, ലുക്ക് അറ്റ് ദ നെക്സ്റ്റ് പാരഗ്രാഫ്. ദ ബോയ് പാസ്ഡ് എ വുഡ് കട്ടർ ആൻഡ് ആസ്ക്ഡ് ഹിം ഹൗ ഫാർ ഇറ്റ് വാസ് ടു ദ റിവർ. ദ ബോയ് പാസ്ഡ് എ വുഡ് കട്ടർ, ആ കുട്ടി ഒരു മരം വെട്ടുകാരനെ കടന്നു പോകുന്നു. അദ്ദേഹത്തോട് ചോദിക്കുന്നു, എന്താ ചോദിക്കുന്നത്? ഹൗ ഫാർ ഇറ്റ് വാസ് ടു ദ റിവർ, പുഴയിലോട്ട് ഇനി എത്ര ദൂരം ഉണ്ട്? നിങ്ങൾക്ക് ആ ചിത്രം ഇപ്പോൾ മനസ്സിലുണ്ടാകും. ദ വുഡ് കട്ടർ വാസ് എ ഷോർട്ട്, ആ മരം വെട്ടുകാരൻ എങ്ങനെയാണ്? ഷോർട്ട്, വളരെ കുറിയ മനുഷ്യനാണ്, ചെറിയ മനുഷ്യനാണ്. ബട്ട് പവർഫുൾ മാൻ, പക്ഷെ എങ്ങനെയാണ്? വളരെ ശക്തിശാലിയായ മനുഷ്യനാണ്. വിത്ത് എ ക്രീസ്ഡ് ആൻഡ് വെതേർഡ് ഫേസ്. ക്രീസ്ഡ് എന്ന വാക്കിനർത്ഥം എന്താ? ചുളിവുകളുള്ള. ആൻഡ് വെതേർഡ് എന്നാൽ നിറം മങ്ങിയ, കരുവാളിച്ച എന്നൊക്കെ അർത്ഥം അല്ലേ. അപ്പോൾ ചുളിവ് വീണ കരുവാളിച്ച മുഖമുള്ള ഒരു മനുഷ്യനാണ്. ആൻഡ് മസിൽസ് ദാറ്റ് സ്റ്റൂഡ് ഔട്ട് ഇൻ ഹാർഡ്, നല്ല പോലെ മസിലുകളുള്ള. അഗ്ലി ലംസ്, അഗ്ലി എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? വൃത്തികെട്ട. ലംസ് പറഞ്ഞാൽ കുരു അല്ലെങ്കിൽ വലിയ മുഴ എന്നൊക്കെ പറയാം. അപ്പോൾ വലിയ മുഴകളുള്ള, വൃത്തിയില്ലാത്ത മുഴകളുള്ള, ബലശാലിയായ, ചുളിവുകൾ വീണ മുഖമുള്ള, കരുവാളിച്ച മുഖമുള്ള ഒരു വുഡ് കട്ടറിനോട് അദ്ദേഹം ചോദിക്കുന്നു, കുട്ടി ചോദിക്കുന്നു എന്താ? ഹൗ ഫാർ ഇറ്റ് വാസ് ടു ദ റിവർ, പുഴയിലോട്ട് ഇനി എത്ര ദൂരം ഉണ്ട് എന്ന്. ഓക്കെ, അപ്പോൾ എന്താണ് അദ്ദേഹം മറുപടി നൽകിയത്? 7 miles ഹി സെഡ്, വിച്ച് വാസ് ഫെയർലി അക്യുറേറ്റ്. എത്ര മൈൽസ് ഉണ്ട് പറഞ്ഞത്? 7 miles അല്ലേ. വിച്ച് വാസ് ഫെയർലി അക്യുറേറ്റ്, അത് ഏകദേശം. ഫെയർലി എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? ഏറെക്കുറെ എന്നൊക്കെയാണ് അർത്ഥം കേട്ടോ. ഫെയർലി അക്യുറേറ്റ്, ഏറെക്കുറെ അത് ശരിയാണ്. വാട്ട് ഡു യു വാണ്ട് ടു നോ, നീ എന്തിനാണത് അറിയുന്നത്? വുഡ് കട്ടർ ചോദിച്ചു. ഐ ആം ഗോയിങ് ടു ദ റിവർ, ഞാൻ പുഴയിലോട്ട് പോവുകയാണ്. സെഡ് ദ ബോയ്, ആ കുട്ടി പറഞ്ഞു. അലോൺ, തനിച്ചാണോ? ഓഫ് കോഴ്സ്, അതെ, ഞാൻ തനിച്ചാണ് പോകുന്നത്. ബട്ട് ഇറ്റ് ഈസ് ടു ഫാർ, പക്ഷേ അത് വളരെ ദൂരെയാണ്. ഇറ്റ് വിൽ ടേക്ക് യു 3 hours ടു റീച്ച് ദർ, അവിടെ എത്തണമെങ്കിൽ നിനക്ക് 3 മണിക്കൂർ എടുക്കും. ആൻഡ് ദെൻ യു ഹാവ് ടു കം ബാക്ക്, നിനക്കതിന് ശേഷം തിരിച്ചു വരണ്ടേ. ഇറ്റ് വിൽ ബി ഗെറ്റിംഗ് ഡാർക്ക്, ഇപ്പോൾ ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ട്. ബിസൈഡ്സ്, അതിന് പുറമെ ഇറ്റ് ഈസ് നോട്ട് ആൻ ഈസി റോഡ്, ഇനിയുള്ള റോഡ് എന്തല്ല? വളരെ സുഖമുള്ള റോഡല്ല അല്ലേ. അപ്പോൾ വളരെ ബുദ്ധിമുട്ടേറിയ റോഡാണ് ഇനി നിനക്ക് പോകേണ്ടത്, വഴിയാണ് നിനക്ക് പോകേണ്ടത്. അടുത്ത പാരഗ്രാഫ് ശ്രദ്ധിക്കൂ. ബട്ട് ഐ ആം എ ഗുഡ് വാക്കർ, പക്ഷേ കുട്ടിയുടെ മറുപടി എന്തായിരുന്നു? വുഡ് കട്ടർ ഇങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും ആ കുട്ടി എന്ത് മറുപടിയാണ് നൽകിയത്? ബട്ട് ഐ ആം എ ഗുഡ് വാക്കർ, പക്ഷെ ഞാൻ നല്ലൊരു നടത്തക്കാരനാണ്. സെഡ് ദ ബോയ്, കുട്ടി പറഞ്ഞു. ദോ ഹി ഹാഡ് നെവർ വാക്ക്ഡ് ഫർദർ ദാൻ എ മൈൽ ഫ്രം ഹിസ് ഹൗസ് ടു സ്കൂൾ. ഇങ്ങനെ കുട്ടി പറഞ്ഞെങ്കിലും ഈ ഹാഡ് നെവർ വാക്ക്ഡ്, അവൻ ഒരിക്കലും നടന്നിട്ടില്ല. ഫർദർ ദാൻ ദ മൈൽ ഫ്രം ഹിസ് ഹൗസ് ടു സ്കൂൾ, സ്കൂളിൽ നിന്ന് വീട്ടിലോട്ട് 1 മൈൽ കൂടുതൽ ആ കുട്ടി നടന്നിട്ട് പോലില്ല. എങ്കിൽ പോലും
അധിക ദൂരമൊന്നും നടന്നിട്ടില്ല എങ്കിൽ പോലും കുട്ടി എന്ത് പറഞ്ഞു? ഐ ആം എ ഗുഡ് വാക്കർ, ഞാൻ നല്ലൊരു നടത്തക്കാരനാണെന്ന് പറഞ്ഞു. The path was steep and the boy had to run most of the time. The path was steep. ആ വഴി എങ്ങനെയായിരുന്നു? സ്റ്റീപ്പ്, കുത്തനെയുള്ളതായിരുന്നു. And the boy had to run most of the time. ഭൂരിഭാഗം സമയത്തും കുട്ടി എങ്ങനെയായിരുന്നു? ഓടിക്കൊണ്ടേയിരിക്കുകയായിരുന്നു. It was a dizzy, winding path. അതെങ്ങനത്തെ വഴിയായിരുന്നു? ഡിസി എന്ന വാക്കിൻ്റെ അർത്ഥം തലകറക്കമുള്ള, തലചുറ്റലുള്ള എന്നൊക്കെ അർത്ഥം കേട്ടോ. വിൻഡിങ് പാത്ത്, കാറ്റുള്ള വഴി. ആൻഡ് ഹി സ്ലിപ്ഡ് വൺസ് ഓർ ട്വൈസ്, ഒന്നോ രണ്ടോ തവണയൊക്കെ അവൻ എന്ത് ചെയ്തു? സ്ലിപ്പായിപ്പോയി അല്ലേ, വഴുതി വീണു. ദ ഹിൽ വാസ് കവേർഡ് വിത്ത് ലഷ് ഗ്രീൻ ഫേൺസ്. ആ കുന്ന് മുഴുവൻ എന്താണ്? ലഷ് എന്ന വാക്കിൻ്റെ അർത്ഥം സമൃദ്ധമായ. ഗ്രീൻ ഫേൺസ്, പച്ച നിറത്തിലുള്ള പന്നൽ ചെടികൾ നിറഞ്ഞു നിൽക്കുകയാണ് ആ കുന്നിൽ നിറയെ. ദ ട്രീസ് വേർ വൂണ്ട് ഇൻ ക്രീപ്പേഴ്സ്. ആ മരങ്ങൾ നിറയെ എന്താണ്? ക്രീപ്പേഴ്സ്, ഇഴജന്തുക്കൾ ഉണ്ട്. ആൻഡ് എ ഗ്രേറ്റ് വൈൽഡ് ഡാലിയ, ഒരു ഡാലിയ ചെടി അറിയണ്ടാവും നിങ്ങൾക്ക്. സഡൻലി റിയേഡ് ഇറ്റ്സ് ഗോൾഡൻ ഹെഡ് ഫ്രം ദ ലീവ്സ് ആൻഡ് ഫേൺസ് അല്ലേ. റിയേഡ് പറഞ്ഞാൽ ഉയർത്തുക. ആ പന്നൽ ചെടിയുടെ ഇടയിൽ നിന്നും ഡാലിയ ചെടി എന്ത് ചെയ്തു? അതിൻ്റെ സ്വർണ്ണ നിറമുള്ള തല ഉയർത്തി. Soon the boy was in the valley and the path straightened out and rose. Soon, പെട്ടെന്ന് തന്നെ ആ കുട്ടി എവിടെ എത്തി? താഴ്വരയിലെത്തി, വാലിയിലെത്തി. ആൻഡ് ദ പാത്ത് സ്ട്രെയിറ്റൻഡ് ഔട്ട് ആൻഡ് റോസ്. ആ വഴി എങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുകയും ഉയർന്നു പോവുകയും ചെയ്തു. റോസ് എന്ന ഉയർന്നു. ഹി മെറ്റ് എ ഗേൾ ഹു വാസ് കമ്മിങ് ഫ്രം ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. അവൻ പിന്നീട് ആരെ കണ്ടു? ഹി മെറ്റ് എ ഗേൾ, അവനൊരു പെൺകുട്ടിയെ കണ്ടു. കമ്മിങ് ഫ്രം ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ, വിപരീത ദിശയിൽ വരുന്ന ഒരു പെൺകുട്ടിയെ കണ്ടു. ഷീ ഹെൽഡ് എ ലോങ് കർവ്ഡ് നൈഫ്. അവളുടെ കയ്യിൽ എന്തുണ്ടായിരുന്നു? ഒരു നീളമുള്ള വളഞ്ഞ കത്തി ഉണ്ടായിരുന്നു. നൈഫ് എന്നാൽ കത്തി അല്ലേ. വിച്ച് ഷീ ഹാഡ് ബീൻ കട്ടിങ് ഗ്രാസ്. എന്തിനു വേണ്ടി ഉപയോഗിക്കുന്ന കത്തിയാണത്? പുല്ല് അരിയാൻ വേണ്ടി ഉപയോഗിക്കുന്ന കത്തി. ദ ബാംഗിൾസ് ഷീ വോർ മെയ്ഡ് മ്യൂസിക് വെൻ ഷീ മൂവ്ഡ് ഹെർ ഹാൻഡ്സ് അല്ലേ. അവളുടെ കൈകൾ ഇളക്കിയപ്പോൾ ആ വളകൾ, ബാംഗിൾസ് എന്ത് ചെയ്തു? സംഗീതം ഉണ്ടാക്കി. ആൻഡ് ഇറ്റ് വാസ് ആസ് ദോ ദ ഹാൻഡ് സ്പോക്ക് എ ലാംഗ്വേജ് ഓഫ് ദെയർ ഓൺ. അവളുടെ കൈകൾ സംസാരിക്കുന്ന പോലെ, ഒരു ഭാഷ പറയുന്ന പോലെ അല്ലേ, അല്ലെങ്കിൽ സംസാരിക്കുന്നത് പോലെ ആണ് അവളുടെ കൈകൾ ചലിച്ചത്. ഹൗ ഫാർ ഈസ് ടു ദ റിവർ ആസ്ക്ഡ് ദ ബോയ്. പുഴയിലോട്ട് എത്ര ദൂരമുണ്ട്? ആ കുട്ടി ചോദിച്ചു. ദ ഗേൾ ഹാഡ് ഒബ്വിയസ്ലി നെവർ ബീൻ ടു ദ റിവർ. ആ പെൺകുട്ടി തീർച്ചയായും പുഴയിലോട്ടുള്ള ആളല്ല. ഓർ ഷീ മേ ഹാവ് ബീൻ തിങ്കിങ് ഓഫ് അനദർ വൺ. അല്ലെങ്കിൽ അവൾ വേറെ എന്തിനെക്കുറിച്ച് ചിന്തിച്ചിരിക്കുകയായിരിക്കും. ബിക്കോസ് ഷീ സെഡ്, അതുകൊണ്ട് അവൾ പറഞ്ഞു 20 മൈൽസ്, 20 മൈൽസ്. വിത്തൗട്ട് എനി ഹെസിറ്റേഷൻ, ഒരു സംശയമില്ലാതെ. ഹെസിറ്റേഷൻ എന്ന വാക്കിൻ്റെ അടുത്ത് എന്താ? സംശയം. ഒരു സംശയമില്ലാതെ ആ പെൺകുട്ടി 20 മൈൽസ് എന്ന് ഉത്തരം പറഞ്ഞു. ദ ബോയ് ലാഫ്റ്റ്. ആ കുട്ടി ചിരിച്ചു. ആൻഡ് റാൻ ഡൗൺ ദ പാത്ത്. ആ വഴിയിലൂടെ ഓടി. എ പാരറ്റ് സഡൻലി സ്ക്രീച്ച്ഡ്. പെട്ടെന്ന് ഒരു തത്ത എന്ത് ചെയ്തു? ഉറക്കെ ശബ്ദമുണ്ടാക്കിക്കൊണ്ട് പറന്നു. ഫ്ലൂ ലോ ഓവർ ഹിസ് ഹെഡ്. ഏതിലൂടെയാണ് പറന്നത്? അവൻ്റെ തലയ്ക്ക് മുകളിലൂടെ അല്ലേ, തൊട്ടു താഴെയായിട്ട് പറന്നു. എ ഫ്ലാഷ് ഓഫ് റെഡ് ആൻഡ് ഗ്രീൻ. എങ്ങനത്തെ തത്തയാണ്? ചുവപ്പും പച്ച നിറമുള്ള ഒരു തത്ത. ദ ബേർഡ് ഡിസപ്പിയർഡ് എമംഗ്സ്റ്റ് ദ ട്രീ. ആ പക്ഷി എവിടെ പോയി മറഞ്ഞു? ആ മരങ്ങൾക്കിടയിൽ പോയിട്ട് മറഞ്ഞു. എ ട്രിക്കിൾ ഓഫ് വാട്ടർ കെയിം ഫ്രം ദ ഹിൽ സൈഡ്. എ ട്രിക്കിൾ ഓഫ് വാട്ടർ. ട്രിക്കിൾ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താ? ഒലിച്ചിറങ്ങുക. ഒരു ഒലിച്ചിറങ്ങുന്ന വെള്ളം ഒരു ഹിൽസൈഡ് എന്ന കുന്നിൻ്റെ ചെരിവിൽ നിന്നും വരുന്നുണ്ട് അല്ലേ. ആൻഡ് ദ ബോയ് സ്റ്റോപ്ഡ് ടു ഡ്രിങ്ക്. ആ കുട്ടി അവിടെ നിന്ന് എന്തിനു വേണ്ടിയിട്ടാണ്? ടു ഡ്രിങ്ക്, കുടിക്കാൻ വേണ്ടിയിട്ട്. ദ വാട്ടർ വാസ് കോൾഡ്. ആ വെള്ളം എങ്ങനെയാണ്? നല്ലപോലെ തണുത്തതാ. ആൻഡ് ഷാർ, നല്ല മൂർച്ചയുള്ള വെള്ളവുമാണ്. ബട്ട് വെരി റിഫ്രഷിങ്. പക്ഷേ ആ വെള്ളം എന്താണ്? വളരെ ഉന്മേഷം തരുന്നതായിരുന്നു. ഹൗവർ ഇറ്റ് സീംഡ് ടു ഹാവ് ദ എഫക്റ്റ് ഓഫ് മേക്കിംഗ് ഹിം മോർ തേഴ്സ്റ്റി. എന്നിരുന്നാലും ആ വെള്ളം കുടിച്ചോട് കൂടി കുട്ടിക്ക് എന്തായി മാറി? മോർ തേഴ്സ്റ്റി, കൂടുതൽ ദാഹമുള്ളതായി തോന്നി. ദ സൺ വാസ് സ്ട്രൈക്കിംഗ് ഹിസ് സൈഡ് ഓഫ് ദ ഹിൽ. സൂര്യൻ എവിടെ തട്ടാൻ തുടങ്ങി? ഇടിക്കാൻ തുടങ്ങി. ആ കുന്നിൻ്റെ മുകളിൽ, ആ ചെരുവിൽ തട്ടാൻ തുടങ്ങി. അതിൻ്റെ അർത്ഥം എന്താ? ഇരുട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. ആൻഡ് ദ ഡസ്റ്റി പാത്ത് ബിക്കെയിം ഹോട്ടർ. ആ മണ്ണുള്ള വഴിയൊക്കെ എന്തായി മാറി? ഹോട്ടർ, ചൂടുള്ളതായിട്ട് മാറി. ദ സ്റ്റോൺ സ്ക്രോച്ചിങ് ദ ബോയ്സ് ഫീറ്റ്.
ദ സ്റ്റോൺസ് സ്കോർച്ചിങ് എന്ന വാക്കിനകത്ത് എന്താണ്? ചുട്ടരിക്കുക. സ്കോർച്ചിങ് എന്ന വാക്കിനകത്ത് എന്താണ്? ചുട്ടരിക്കുക എന്നൊക്കെ അർത്ഥം. ആ കുട്ടിയുടെ കാൽപാദത്തെ എന്ത് ചെയ്തു? ആ കല്ലുകളൊക്കെ ചുട്ടരിക്കാൻ തുടങ്ങി. ഹി വാസ് ഷുവർ ഹി ഹാഡ് ഗോൺ ഹാഫ് അവേ. ആ കുട്ടിക്ക് ഉറപ്പായിരുന്നു അവനിപ്പം എന്തായി? പകുതി ദൂരം എത്തിയിട്ടുണ്ട് എന്ന കുട്ടിക്ക് ഉറപ്പായിരുന്നു. ഹി ഹാഡ് വാക്ക്ഡ് ഫോർ ഓവർ ആൻ ഹവർ. ഏകദേശം 1 മണിക്കൂറായി ആ കുട്ടി നടക്കാൻ തുടങ്ങിയിട്ട്. പ്രസന്റ്ലി ഹി സോ അനദർ ബോയ് അഹെഡ് ഓഫ് ഹിം. ഇപ്പോൾ അവൻ എന്ത് ചെയ്തു? ഒരു ആൺകുട്ടിയെ മുൻപിൽ കണ്ടു. ഡ്രൈവിംഗ് എ ഫ്യൂ ഗോഡ്സ് ഡൗൺ ദ പാത്ത്. കുറേ ആടുകളെ എങ്ങനെ തൊഴിച്ചു നടക്കുന്ന ഒരു ആൺകുട്ടിയെയാണ് അവൻ കണ്ടത്. ഹൗ ഫാർ ഈസ് ദ റിവർ? ഹി ആസ്ക്ഡ്. പുഴയിലോട്ടിന് എത്ര ദൂരമുണ്ട്? അവൻ ചോദിച്ചു. ദ വില്ലേജ് ബോയ് സ്മൈൽഡ് ഇൻ എ ഫ്രണ്ട്ലി വേ. ആ ഗ്രാമവാസിയായ കുട്ടി എന്ത് ചെയ്തു? ചിരിച്ചുകൊണ്ട് വളരെ സൗഹൃദപരമായിട്ട് പറഞ്ഞു, ഓ നോട്ട് ഫാർ, അധിക ദൂരമൊന്നുമില്ല. ജസ്റ്റ് റൗണ്ട് ദ ഹിൽ. ആ കുന്നിൻ്റെ ചുറ്റിയിട്ട് ആൻഡ് സ്ട്രൈറ്റ് ഡൗൺ, താഴേക്ക് ഇറങ്ങിയാൽ മതി. ദ ബോയ് ഫീലിംഗ് ഹംഗ്രി. ആ കുട്ടിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. അൺറാപ്ഡ് ഹിസ് ലോഫ് ഓഫ് ബ്രെഡ് ആൻഡ് ബ്രോക്ക് ഇൻ ടു ഹാവ്സ്. അതുകൊണ്ട് എന്ത് ചെയ്തു? ആ ബ്രെഡ് 2 കഷ്ണങ്ങളാക്കി മുറിച്ച് എന്ത് ചെയ്തു? ഓഫറിങ് 1 പോർഷൻ ടു ദ വില്ലേജ് ബോയ്. അതിലൊരു കഷ്ണം ആർക്ക് കൊടുത്തു? ആ ഗ്രാമവാസിയായ കുട്ടിക്ക് കൊടുത്തു. ദേ സാറ്റ് ഓൺ ദ ഹിൽ സൈഡ്. അവരാ കുന്നിൻ്റെ ചെരുവിലിരുന്നു. ആൻഡ് എയ്റ്റ് ഇൻ സൈലൻസ്. വളരെ നിശബ്ദതയോട് കൂടി അവരാ ബ്രെഡ് കഴിച്ചു. വെൻ ദേ ഹാഡ് ഫിനിഷ്ഡ് ദേ വാക്ക്ഡ് ഓൺ ടുഗദർ ആൻഡ് ബിഗെയിൻ ടോക്കിംഗ് അല്ലേ? അവരത് തീർത്ത് കഴിഞ്ഞപ്പോൾ വെൻ ദേ ഹാഡ് ഫിനിഷ്ഡ്, അവരത് തീർത്ത് കഴിഞ്ഞപ്പോൾ ദേ വാക്ക്ഡ് ഓൺ ടുഗദർ, അവർ ഒരുമിച്ച് നടക്കാൻ തുടങ്ങി. ആൻഡ് ബിഗൻ ടോക്കിംഗ് സംസാരിച്ചു കൊണ്ടേയിരിക്കാൻ തുടങ്ങി. ദ ബോയ് ഡിഡ് നോട്ട് നോട്ടീസ് ദ സ്മാർട്ടിംഗ് ഓഫ് ഹിസ് ഫീറ്റ്. ആ കുട്ടി ഒരിക്കലും അവൻ്റെ കാലുകൾ ശ്രദ്ധിച്ചില്ല. എങ്ങനത്തെ കാലുകൾ? ആ സ്മാർട്ടിംഗ് ഓഫ് ഹിസ് ഫീറ്റ്. സ്മാർട്ടിംഗ് എന്ന വേദനയുള്ള അല്ലേ? ആ വേദനയുള്ള അവൻ്റെ കാൽപാദങ്ങൾ ശ്രദ്ധിച്ചില്ല. ആൻഡ് ഹീറ്റ് ഓഫ് ദ സൺ, സൂര്യൻ്റെ ചൂട് ശ്രദ്ധിച്ചില്ല. ആൻഡ് ദ ഡിസ്റ്റൻസ് ഹി ഹാഡ് കവേർഡ്, എത്രമാത്രം ദൂരമാണ് അവൻ പിന്നിട്ടത് എന്നതിനെ കുറിച്ചൊന്നും അവൻ ചിന്തിച്ചില്ല. ആൻഡ് ദ ഡിസ്റ്റൻസ് ഹി ഹാഡ് യെറ്റ് ടു കവർ, ഇനി എത്ര ദൂരം പിന്നിടാനുണ്ട് എന്നതിനെ കുറിച്ചും അവൻ ചിന്തിച്ചില്ല. ബട്ട് ആഫ്റ്റർ സം ടൈം, പക്ഷേ കുറച്ചു സമയത്തിന് ശേഷം ഹിസ് കമ്പാനിയൻ ഹാഡ് ടു ഡൈവേർജ് അലോങ് അനദർ പാത്ത്, അവൻ്റെ ഒപ്പമുണ്ടായിരുന്ന കുട്ടി എന്ത് ചെയ്തു? മറ്റൊരു വഴിയിലോട്ട് പോയി. ആൻഡ് ദ ബോയ് വാസ് വൺസ് മോർ ഹിസ് ഓൺ, അങ്ങനെ ഒരിക്കൽ കൂടി ആ കുട്ടി എന്ത് ചെയ്തു? ഒറ്റയ്ക്ക് ആയി. അടുത്ത പാരാഗ്രാഫ് ശ്രദ്ധിക്കാം. ഹി മിസ്ഡ് ദ വില്ലേജ് ബോയ്, അവന് ആ ഗ്രാമവാസിയെ കുട്ടിയെ നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ അവൻ മറ്റൊരു വഴിയിലൂടെ പോയി. ഹി കുഡ് നോട്ട് ബി സീൻ, അവനെ കാണാനില്ല. ഹിസ് ഓൺ ഹോം വാസ് ആൾസോ ഹിഡൻ ഫ്രം വ്യൂ ബൈ ദ സൈഡ് ഓഫ് ദ മൗണ്ടൻ, ആ പർവ്വതത്തിൻ്റെ മറവ് കാരണം അവൻ്റെ സ്വന്തം വീട് പോലും കാണാൻ കഴിയുന്നില്ല. ദ റിവർ വാസ് നോട്ട് ഇൻ സൈറ്റ് എയ്തർ, ഇപ്പോഴും പുഴ കാണാനില്ല. ഹി ബിഗാൻ ടു ഫീൽ ഡിസ്കറേജ്ഡ്, അവനെന്ത് തോന്നി? നിരുത്സാഹം തോന്നി, അല്ലെങ്കിൽ അധൈര്യപ്പെട്ടു, അല്ലെങ്കിൽ അധൈര്യം തോന്നി. ആദ്യത്തെ ധൈര്യം നഷ്ടപ്പെട്ടു. ഹി വാസ് സോറി ഹി ഹാഡ് ഫിനിഷ്ഡ് ദ ബ്രെഡ്, അവന് തന്നെ ഒരു ക്ഷമ തോന്നി, അല്ലെങ്കിൽ സങ്കടം തോന്നി. കാരണം എന്താ? അവൻ്റെ ബ്രെഡൊക്കെ തീർത്ത് കഴിഞ്ഞിരിക്കുന്നു. ഹി മൈറ്റ് വാണ്ട് ഇറ്റ് ലേറ്റർ, അവന് പിന്നീടും അത് ആവശ്യമുള്ളത് കൊണ്ട് തന്നെ ആ ബ്രെഡൊക്കെ എന്ത് ചെയ്തു? കഴിഞ്ഞിട്ടുണ്ട്. ഹി വാസ് ഡിറ്റർമിൻഡ് ടു സീ ദ റിവർ, അവൻ എന്തായാലും തീരുമാനിച്ചു. എന്തിന്? ടു സീ ദ റിവർ, പുഴ കാണാൻ അവൻ തീരുമാനിച്ചു. ഹി വാക്ക്ഡ് ഓൺ അലോങ് ദ ഹോട്ട്, അവൻ ഏതിലൂടെ നടന്നു? ഹോട്ട്, ചൂടുള്ള വഴിയിലൂടെ അല്ലേ? ഡസ്റ്റി, പൊടിയുള്ള. സ്റ്റോണി പാത്ത്, കല്ലുകളുള്ള. പാസ്റ്റ് മഡ് ഹട്ട്സ് അല്ലേ? മണ്ണുകൊണ്ടുള്ള കുടിലുകളുള്ള. ടെറസ്ഡ് ഫീൽഡ്സ്, പാടങ്ങളുള്ള. അണ്ടിൽ ദർ വർ നോ മോർ ഫീൽഡ്സ് ഓർ ഹട്ട്സ് അല്ലേ? പിന്നീട് നടന്നു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? പിന്നീട് ഒരു പാടങ്ങളുമില്ല, കുടിലുകളും ഒന്നുമില്ല. അപ്പോൾ അതിലൂടെയൊക്കെ പിന്നിട്ട് കുട്ടി പോയി. ഓൺലി ഫോറസ്റ്റ്, പിന്നീട് എന്ത് മാത്രമേ ഉള്ളൂ? കാട് മാത്രം. ആൻഡ് സൺ, സൂര്യൻ മാത്രം. ആൻഡ് ലോൺലിനെസ്, പിന്നെ ആര് മാത്രമേ ഉള്ളൂ? ഏകാന്തത അല്ലേ? ഒറ്റയ്ക്ക് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് മാത്രമേ ഇനി കൂട്ടിനുള്ളൂ, സൂര്യനും അതുപോലെ തന്നെ കാടും ഏകാന്തതയും അല്ലേ? നൗ ദർ വാസ് നോ മാൻ, ഇപ്പോൾ അവിടെ ഒരു മനുഷ്യനുമില്ല. എനി സൈൻ ഓഫ് മാൻസ് ഇൻഫ്ലുവൻസ്, മനുഷ്യൻ്റെ ഒരു അടയാളം പോലുമില്ല. ഓൺലി ട്രീസ്, മരങ്ങൾ മാത്രം. ആൻഡ് റോക്സ്, പാറകൾ. ബ്രാമ്പിൾ, മുൾച്ചെടികൾ. ബ്രാമ്പിൾ എന്ന വാക്കിനകത്ത് മുൾച്ചെടി. ആൻഡ് ഫ്ലവേഴ്സ്, ഫ്ലവേഴ്സ് ആണ് എന്താ? പൂക്കൾ. ഓൺലി സൈലൻസ്, പിന്നെ എന്ത് മാത്രമേ ഉള്ളൂ?
സൈലൻസ്, നിശബ്ദത മാത്രമേ ഉള്ളൂ. ദ സൈലൻസ് വാസ് ഇംപ്രസീവ് ആൻഡ് എ ലിറ്റിൽ ഫ്രൈറ്റനിങ്. ഇംപ്രസീവ് എന്ന വാക്കിനർത്ഥം എന്താണ്? മനസ്സിൽ തട്ടുന്ന, അല്ലേ? ആ നിശബ്ദത എങ്ങനെയാണ്? വളരെ മനസ്സിൽ തട്ടുന്ന ഒന്നാണ്. ആൻഡ് എ ലിറ്റിൽ ഫ്രൈറ്റനിങ്. മനസ്സിൽ തട്ടുന്നത് മാത്രമാണോ? അല്ല, പേടിപ്പെടുത്തുന്നത് കൂടിയാണ്. ഇറ്റ് വാസ് ഡിഫറെൻറ്റ് ഫ്രം ദ സൈലൻസ് ഓഫ് എ റൂം ഓർ സ്ട്രീറ്റ്. ഒരു നഗരത്തിലെയോ അല്ലെങ്കിൽ റൂമിലെയോ നിശബ്ദതയിൽ നിന്ന് വ്യത്യാസമാണെന്ത്? ഇപ്പോൾ ഇവിടെ കിട്ടുന്ന ആ നിശബ്ദത. ഇറ്റ് വാസ് ദ സൈലൻസ് ഓഫ് സ്പേസ്. അതൊരു ശൂന്യാകാശത്തിൻ്റെ നിശബ്ദതയാണ്. ഓഫ് ദ അൺനോൺ, ആരോ അറിയാത്തതിൻ്റെ, ഒരു അപരിചിതൻ്റെ നിശബ്ദതയാണ്. ദ സൈലൻസ് ഓഫ് ഗോഡ്, ഒരു ദൈവത്തിൻ്റെ നിശബ്ദതയാണ്. ദെൻ ആസ് ദ ബോയ് റൗണ്ടഡ് എ ഷാർപ്പ് ബെൻഡ്, ഒരു മൂർച്ചയുള്ള അല്ലെങ്കിൽ കുത്തനെയുള്ളൊരു വളവ് കഴിഞ്ഞതിന് ശേഷം ദ സൈലൻസ് ബ്രോക്ക് ഇൻ ടു സൗണ്ട്. ആ നിശബ്ദത ഒരു ശബ്ദത്തിന് വഴിമാറി. എ സഡൻ റോറിംഗ് സൗണ്ട്, ഒരു അലർച്ചയുള്ള സൗണ്ട് പെട്ടെന്ന് വന്നു, അല്ലേ? ദ സൗണ്ട് ഓഫ് ദ റിവർ. എന്തിൻ്റെ സൗണ്ടാണത്? പുഴയുടെ സൗണ്ട്. ഫാർ ഡൗൺ ഇൻ ദ വാലി ദ റിവർ സ്റ്റംബിൾഡ് ഓവർ ദ റോക്സ്, അല്ലേ? ആ താഴ്വരയിൽ അവിടെ എന്ത് ചെയ്തു? ആ പുഴ എന്ത് ചെയ്തു? ടംബിൾഡ് എന്താണ്? തലക്കീഴായി മാറിയുക എന്നൊക്കെയാണ് അർത്ഥം, കേട്ടോ. അപ്പോൾ ആ പാറയ്ക്ക് മുകളിലൂടെ വെള്ളം അങ്ങനെ ഒഴുകിപ്പോവുകയാണ്. ദ ബോയ് ഗാസ്പ്ഡ് ആൻഡ് ബിഗാൻ ടു റൺ. ഓടാൻ തുടങ്ങി. ഹി സ്ലിപ്ഡ് ആൻഡ് സ്റ്റംബിൾഡ്, കാലിടറി വീഴാൻ തുടങ്ങി. ബട്ട് സ്റ്റിൽ ഹി റാൻ, എന്നായിരുന്നാലും അവൻ ഓടി. ദെൻ ഹി വാസ് ആങ്കിൾ ഡീപ്പ് ഇൻ പെയിൻഫുൾ കോൾഡ് മൗണ്ടൻ ആൻഡ് ദ വാട്ടർ വാസ് ബ്ലൂ ആൻഡ് വൈറ്റ്. നീല നിറമുള്ള, വെള്ള നിറമുള്ള വെള്ളം. ആൻഡ് വണ്ടർഫുൾ, മനോഹരമായ പുഴ. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഹൗ ഫാർ ഈസ് ദ റിവർ എന്ന പാഠഭാഗം. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ പാഠഭാഗം മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഈ ഭാഗം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ സുഹൃത്തുക്കളുമായിട്ട് ഈ പാഠഭാഗം നിങ്ങൾക്ക് ഷെയർ ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സുമായിട്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് എല്ലാവർക്കും കാണാം.